ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. അത് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും എത്രമാത്രം വലിപ്പം വേണോ അല്ലെങ്കിൽ ഷേപ്പ് വേറെ ഏതെങ്കിലും ഷേപ്പിലാണോ ആ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്ത് നമ്മൾ കുറച്ച് എണ്ണയിൽ തന്നെ എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് അവിടെ ആ എണ്ണയിൽ കിടന്ന് തന്നെ വരണ്ട് വറ്റി നല്ല ഒരു ഫ്രൈ ടെക്സ്ചറിൽ കിട്ടും. ശേഷം നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ അല്പം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ആ എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ സവാളയും തക്കാളിയും, ഞാനൊരു വലിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്പം ചോറാണ് ഞാനിവിടെ ശരിയാക്കാൻ പോകുന്നത്. അതുകൊണ്ട് വലിയൊരു സവാള എടുത്തു, പിന്നെ ഒരു തക്കാളി, പിന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മല്ലിയിലയും അല്പം പുതിനയിലയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഗരം മസാലയും കുരുമുളകും മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ. മുളക് പൊടി ഞാൻ ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പിന്നീട് എളുപ്പപ്പണിക്ക് വേണ്ടി ആ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം അതങ്ങോട്ട് മാറ്റി നടുക്ക് കുറച്ച് നെയ്യ് അല്പം ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പാത്രം കഴിവുണ്ടല്ലോ വേറെ. അങ്ങനെ ഉള്ള ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയാണ്. നിങ്ങൾ അല്ലാതെ ചെയ്താൽ മതി, ലാസ്റ്റ് നെയ്യിൽ മൂപ്പിച്ചിട്ടാലും മതി, അവരുടെ ഇഷ്ടമനുസരിച്ച്. ഞാനിവിടെ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള രീതിയിലാണ്. കുറച്ച് ചോറ് ഞാൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പറ്റിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഉള്ള മസാല ഐറ്റംസ് ആയിട്ടും ഒരു പുതിയൊരു ഡിഷായിട്ടൊക്കെ നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ അതിൽ കിടന്ന് തന്നെ നല്ലതായിട്ട് മുന്തിരിങ്ങയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചോറ് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ച ചോറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം, അതായത് നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കുറച്ച് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഞാനിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ നല്ലതുപോലെ യോജിപ്പിച്ച് ആ ചോറിൽ ആ മസാല എല്ലാം കിട്ടത്തക്ക രീതി നോക്കി ഈ ഒരു പരുവാവത്തക്ക രീതിയിൽ നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, കിസ്മിസുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇതിൽ ആഡായിട്ടുണ്ട് അല്ലേ. മസാല, ചിക്കൻ ഫ്രൈ ആക്കിയത്. അപ്പോൾ ഇതിനൊരു പേര് തന്നെ പറയാം, ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം ഇത്. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം. നിരത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് ദമ്മിടുമ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കിട്ടും. ചോറ്റിലൊക്കെ നന്നായിട്ട് മസാലയും എല്ലാം നമ്മൾ ആ ചേർക്കുന്ന എല്ലാ എസൻസ് എല്ലാ കാര്യങ്ങളും അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാനുണ്ടാക്കിയത്. അപ്പോൾ അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ സംഭവം പൊള്ളി ഐറ്റമായിരുന്നു. ഞാൻ വെറുതെ പറയില്ല, ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. മിക്ക കുട്ടികൾക്കും ചിക്കൻ ഫ്രൈയോടൊക്കെ ആയിരിക്കാം താല്പര്യം അല്ലേ. അപ്പോൾ ഇത് ഫ്രൈ ചിക്കനുമാണ്, ബിരിയാണിയുമാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ അല്പം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്, തൈരൊക്കെ ആഡ് ചെയ്ത്. എന്നിട്ട് നമ്മുടെ 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ആ ചോറങ്ങോട്ടിട്ട് ഇളക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം, അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ. വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും മക്കൾമാരെല്ലാം കഴിക്കും. അപ്പോൾ വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യണേ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് അല്പം ചോറെടുത്തു കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം ചേർത്തൊരു പിടി പിടിച്ച് എൻ്റെ അമ്മോ, പൊള്ളി ഐറ്റം, പറയാതിരിക്കാൻ വയ്യ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പിന്നെ അടിപൊളി ഒരു ലഞ്ചായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് പപ്പടമൊക്കെ ഇട്ട് ഇളക്കി സാലഡും ഒക്കെ വെച്ചു. ഒരു പീസ് ചിക്കനൊക്കെ ഇങ്ങോട്ട് വെച്ചു.
കഴിച്ചു. എൻ്റെ അമ്മോ, ഒന്നും പറയില്ല, അസാധ്യ രുചിയായിരുന്നു. അപ്പോൾ എല്ലാവരും വേറെ കറി ഒന്നും തന്നെ ഇതിന് വേണ്ട, ഈ ചോറ് മാത്രമായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.